ചെക്കൗട്ട് ചെയ്തിട്ട് ഞാൻ അസക്കുസ് പോവാം. അസക്കുസ് ചെറിയ കാറൊക്കെ ചെറിയ കാറിന്റെ ഞങ്ങളുടെ ബാക്കിൽ ഞങ്ങളുടെ ലഗേജ് ഇപ്പൊ ഉണ്ട്. ഞങ്ങളത് എത്ര ആൾക്കാർ 6 പേര് ടാക്സിയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട്. ഇത് നമ്മുടെ ലണ്ടൻ ടാക്സി അല്ലേ, ഞങ്ങളുടെ സ്റ്റോളർ ആയിരിക്കണേ. ലണ്ടൻ ടാക്സിയുടെ സെയിം വണ്ടിയാണ്. അസക്കൂസയിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ ഈ ഹോട്ടൽ നല്ലൊരു ഓപ്ഷനാണ് ഫാമിലിക്ക്. മീൻസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കമ്പയർ ടു അതർ ഹോട്ടൽ ഇൻ ടോക്കിയോ അല്ലേ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ തന്നെ ഇതിന് $450 $450 കിട്ടും ഒരു നൈറ്റിന്. വീക്കെൻഡ്സിൽ ഇവിടെ റേറ്റ് കൂടുതലാണ്. വീക്ക് ഡേയ്സ് ആണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എപ്പോഴും വീക്ക് ഡേയ്സിൽ ടോക്കിയോയിൽ സ്പെൻഡ് ചെയ്യണമായിരിക്കും ബഡ്ജറ്റിങ്ങിന് നല്ലത്. ഡൊമിനോസ് ഒരു സൂഷി ഷോപ്പെത്തി. കുട്ടി മച്ച് വൈറ്റഡ് സൂഷി. സൂഷി നല്ലതാണോ? മീനൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ പച്ചക്കല്ലേ. $5.99 എന്ന് പറയുമ്പോ എത്ര ഡോളറായി? $6 അല്ലേ. ഇതൊക്കെ നല്ല ഫ്രഷ് ആണല്ലോ ഈ സാധനം. സ്കാലപ്സ് ആണോ? ഇതാണ് സാധനം. സാൽമൺ ചെറുതുണ്ട്, ചെറുതാ. പറഞ്ഞോ, അതൊരു പിങ്ക് സാൽമൺ ആണോ? നല്ലതാ, അത് നല്ലതാ. അതിനപ്പുറത്തെ സാൽമനാ അല്ല, ഇപ്പഴത്തെ നല്ലത്. അപ്പുറത്തെ സാൽമൺ തോന്നുന്നില്ല, എനിക്ക് കറക്റ്റ് അറിയില്ലടി. എന്തൊക്കെയുണ്ട്? ട്യൂണ, സാമന എന്തൊക്കെയുണ്ട്. ഈ ഫിഷ്, റോ ഫിഷ് എഗ്സ്. രണ്ടുകളെ നല്ല ഉറക്കാറേ. ഇത് രണ്ടെണ്ണം, ഈ 2 സാൽമനും ഇത് കൂടി അടക്കാൻ നമുക്ക് ഒരു 11.87. This is mine. Papa, this is mine. Yep. Acha. നല്ല സെറ്റപ്പ് ഓർക്കണം. നടന്നു വരുമ്പോ പെട്ടെന്ന് ഒരു ബിൽഡിങ് എങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേ സാധനത്തിന്റെ ഹൈറ്റ് കണ്ട. Gone? Yes. Susie. It's a baby. ഇത് കോക്കോളയാണല്ലേ, ചോദി സൈസ്. എന്നിട്ട് തലയുടെ അവിടെ വെച്ചാ തലയുടെ അവിടേക്ക്. It's the size of my head, Amma. നമ്മളിപ്പോ ഊനോ കളിക്കാറല്ലേ നമ്മള് ഊനോ സ്റ്റേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ആപ്സ് യു ഓക്കെ? നമുക്ക് അവിടുന്ന് JR പാസ് കളക്ട് ചെയ്യണത് ഊനോ സ്റ്റേഷനിൽ നിന്നാണ്. നമ്മൾ അസക്കൂസിയാണെന്ന് നമ്മൾ നിക്കണേ. അപ്പൊ നമുക്ക് ഇവിടെ ഇനി കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പാടുകളെ, ഇത് ഇവിടുത്തെ ഊനോ സ്റ്റേഷൻ കേട്ടോ. ഊനോ സ്റ്റേഷൻ നെക്സ്റ്റ് ഡോർ. Foreign visitors here. See, JR Pass activating and purchases. Here we go. See, that one there. Nice, isn't it? Oh. നല്ലതാ, കുഴപ്പമില്ല.
ഫ്രൂട്ട്സ് അല്ലേ ജോസിൽ നട്ടിക്കണ്ട അതിൻ്റെ ഉള്ളില് എന്തോ ആ അതെ അസഗുസയില് ഈവനിങ് ഷോപ്പിംഗ് ജസ്റ്റ് ലുക്ക് അറൗണ്ട് ചെയ്യാനും സെന്റ് സോജി ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയതാ. എസ്റ്ററിന് ഇഷ്ടമുള്ള എന്തോ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അന്നൂസ് നോട്ട് ഹാപ്പി. അന്നൂസ് നോട്ട് ഹാപ്പി. ഇവിടെ ആളില്ലാന്നല്ലേ? ആളുണ്ട്. ട്രാൻസ്ലേറ്റർ എന്താ വേണ്ട? ആണോ? സാധനങ്ങൾ മേടിച്ചു. ഇനി അതിന്റെ പേയ്മെന്റ് ഇതാണ് പേയ്മെന്റ്. ഇത്ര സാധനം മേടിച്ചിട്ട് ഇതിൽ ക്യാഷ് കൊടുക്കില്ല. ശരിക്കും ക്യാഷ്ലെസ് പേയ്മെന്റ് ഉണ്ട്. അതെന്നുവെച്ചാ ഒരു വേറൊരു വർക്കർ വേണ്ട. മാൻ പവർ ഇല്ലാത്ത ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്യണം. ചേഞ്ച് എല്ലാം അവിടെ തന്നെ വരും. ഓക്കെ കുറച്ച് ഫുഡുകളൊക്കെ ഞാൻ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഇങ്ങനെ കാണാം. ഇവിടെ നല്ല ഫുഡ് കേട്ടോ. കണ്ടിട്ടും പഠിക്കാൻ തോന്നുന്നു. സ്പെഷ്യൽ ആയിട്ടത് എന്താ ഇല്ല അല്ലേ? സ്പെഷ്യൽ അവിടെ പോലീസ് പിടിക്കണുണ്ടോ വണ്ടീനെ? പോലീസ് അവിടെ നിന്ന് സൈക്കിളില് പോയിട്ടാ പിടിക്കണേ. ഇതുണ്ടോ അടുത്ത പോലീസ് കൂടും. ഒരു വിസിലടിച്ചു, വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തു. റോങ് ടേൺ ആയിരുന്നു. അവനെ അങ്ങോട്ട് എടുക്കാൻ പാടില്ലേ? എന്താ എത്തി. മാരിയോ കാർട്ട് ഉണ്ടോ? അടിപൊളി. Bye. Setup അല്ലേ? Nice, right? Let's go. ബാംബു റെസ്റ്റോറന്റ് ഉണ്ടോ? പാമ്പല്ല, ബാംബു. ഹോട്ടലിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. Let's go. അസുകൂടി എവിടെ പോണെന്ന് പറയണേ? Hey. Drinks കൊണ്ടുപോകാൻ പറ്റില്ലായിരിക്കും ഉള്ളില്. Let's keep the drinks outside. ഷോപ്പിന്റെ പേര് ഓ ഇങ്ങനെ ചെറിയ ഷോപ്പാണല്ലോ. കാണുന്നുണ്ടാണ് സെന്റ് സോജി ടെമ്പിൾ. റൈസ് ക്രാക്കേഴ്സ് ആണല്ലോ. ഓക്കെ റൈസ് ക്രാക്കേഴ്സ് പോലത്തെ സാധനങ്ങളാ. ജപ്പാൻ, ടോക്കിയോ.
പിരാന സാധനമാണോ? സോയ് ഇത് നന്നായിട്ടുള്ള ഈ സാധനം ഇത് അല്ല ഇത് എന്തൊക്കെ സാധനം സാറാ? ഇത് ഇഷ്ടപ്പെട്ടു. ഇത് സോയുടെ എന്താ സാധനമാണ്? റൈസ് ക്രാക്കേഴ്സ് മേടിക്കും. ചേട്ടാ അത് യോ എന്താണ് അമ്പാകാരത് ആത്മാവിൻ തിങ്കൾ തെന്നെ തുള്ളി ആത്മാവിൻ തിങ്കൾ സെൻസോജി ടെമ്പിളിലെത്തി. അത് കണ്ടു. One of the oldest temple ആണത്. It's very nice. It's beautiful. Street കയറി ഇവിടെ തന്നെ beautiful streets, right? Famous Don Cujito എന്ന് പറഞ്ഞിട്ടുള്ള Quixote. അതിന്റെ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ഡോൺ ക്യുഹോട്ടെ അങ്ങനെയാ. അന്നതേ പോയിട്ട് മെനു വെക്കുന്നു. അന്ന കിട്ടിയാ? Don't choose your time. Let's go. ഇത് നോക്കി വേണമെങ്കിൽ എടുത്താൽ മതി. ഓറഞ്ച് ആണോ അത്? ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇങ്ങനെയാട്ടാ നോർമൽ സൂപ്പർ മാർക്കറ്റാ. എന്താ ടേസ്റ്റ്? മമ്മിയുടെ സാധനം, മമ്മിയുടെ മോച്ചി. സോറി. Pokemon what? Pokemon. That's not Pokemon. That's Kumori. That's and there's Hello Kitty. And Mochi. ജപ്പാനിലെ 7-Eleven സ്പെഷ്യലാന്ന് കുട്ടി പറഞ്ഞ ഇപ്പൊ ഒരു കപ്പ് നൂഡിൽസ് മേടിച്ചിട്ടുണ്ട് അവര്. അതെന്താ സാധനം? 1,000 yen. 1,000 ആണോ? അത് ബ്രീത് തുടങ്ങി. പിന്നെ അവിടെ സൂഷി ഉണ്ട്. ഇവിടുത്തെ സൂഷി നല്ല ടേസ്റ്റ് ആണെന്നാണ് എസ്റ്റർ പറയുന്നത്. സൂഷി ഐറ്റംസ് ഉണ്ട് ഇവിടെ. Ordinary person. Beautiful day. Oh no, let's just try it. Yeah. Appa Hotel. Oh. എന്ത് ക്ലീനാ നോക്കി ഇവിടുത്തെ സ്ട്രീറ്റ്സ്. ക്ലീൻ ഒരു പൊടി പോലും ഇല്ലെന്നേ. എവിടെയും ഒരു പൊടിയില്ല. നമുക്ക് ഇവിടുന്ന് ഈ ഹോട്ടലിൽ നിന്ന് നമുക്ക് ലഗേജ് സർവീസ് ഉണ്ട്. അതായത് ഈ ഹോട്ടലിൽ നിന്ന് നമ്മുടെ ലഗേജ്, ഇതുപോലുള്ള നമ്മുടെ ലഗേജ് നമുക്ക് ക്യാരി ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് നെക്സ്റ്റ് സിറ്റിയിലേക്ക് നമുക്ക് ലഗേജ് സെൻഡ് ചെയ്യാം. അത് ജപ്പാനിൽ ഒരുവിധം എല്ലാ ഹോട്ടലിലും എയർപോർട്ടിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. ഈവൻ കൺവീനിയൻസ് സ്റ്റോഴ്സ് എന്ന് വരെ നമുക്ക് ഈ ലഗേജ് സർവീസ് നമുക്ക് എടുക്കാം. അപ്പോൾ യമാട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്പോർട്ട് സർവീസസ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ട്രാൻസ്പോർട്ട് സർവീസസ് ഉണ്ട്. അങ്ങനെ ലഗേജ് ഡെലിവറി സർവീസസ് ഉണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇവിടുന്ന് ടോക്കിയോന്ന് നമ്മൾ ക്യോട്ടോ പോവാ. നമ്മൾ അവിടെ ഇന്ന് ഒരു 3 മണിയാകുമ്പോൾ എത്തും. നമ്മൾ ബുള്ളറ്റ് ട്രെയിനിന് പോകണോണ്ട് നമുക്ക് കുറേ ലഗേജ് ആയിട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മളിൽ ഓൾറെഡി ഷോൾഡർ ബാഗ്സ് ഉണ്ട്, കിഡ്സിനും ഷോൾഡർ ബാഗ്സ് ഉണ്ട്, പിന്നെ ഈ സ്ട്രോളർ ഉണ്ട്, പിന്നെ ഒരു ഹാൻഡ് ലഗേജും ഉണ്ട്. നമ്മുടെ ലഗേജ് നെക്സ്റ്റ് ഡേ നാളെ അവിടെ എത്തും. ഇവിടെ ഈ ലഗേജ് സർവീസ് വഴി സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അവിടെ എത്തും, ഹോട്ടലിലെത്തും. അപ്പോൾ നമ്മൾ ഹോട്ടൽ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇത് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. അത് ഞാൻ ഫില്ല് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഒരു ഇതും കൂടി ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ 3 ലഗേജ് സെൻഡ് ചെയ്യുന്നുണ്ട്. ലഗേജിന് എത്ര സെൻഡ് ചെയ്യാനായിട്ട് ക്യാഷ് വരിക എന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ 2 വലിയ സൂട്ട് കേസസും അതുപോലെ ഒരു ചെറിയ ഒരു പെട്ടിയും കൂടെ അയക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അത്യാവശ്യം സാധനങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഒരു പെട്ടി നമ്മൾ ഓൾറെഡി കയ്യിലെടുക്കുന്നുണ്ട്. കാരണം നാളെയല്ല ലഗേജ് എത്തുക. അപ്പോൾ ഇന്ന് നൈറ്റിലോ നാളെ രാവിലെ യൂസ് ചെയ്യാനായിട്ടുള്ള ഡ്രസ്സ് നമ്മളൊരു ലഗേജ് എടുക്കുന്നുണ്ട്. 3 എണ്ണം നമ്മൾ അയക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്തു കേട്ടോ. ഇനി ഒരു എത്ര റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറയും. പിന്നെ ഓൾറെഡി വിളിച്ച് ചോദിച്ചു, അവർ ട്രാൻസ്പോർട്ട് സർവീസിൽ വിളിച്ച് ചോദിച്ചു, കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്തു, നാളെ എത്തില്ലേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അവർ ലഗേജിന്റെ സൈസ് അളക്കാം. കാരണം ഒരു സൈസിനനുസരിച്ച് റേറ്റ് സൈസ് അളന്ന് നോക്കിയിട്ട് പറയും. അവർ 160 ആണോ 180 സെന്റിമീറ്റർ ആണോ എന്നൊക്കെ പറയും. നമ്മുടെ അത്യാവശ്യം നല്ല ലഗേജ് ഇവിടെ തന്നെ ഉണ്ട്. ഡേഞ്ചറിന്റെ ലഗേജ്, ഹൈലി ഇൻഫ്ലേമബിൾ. ഏകദേശം $70 താഴെ. അപ്പൊ ഒരെണ്ണം എത്രയുണ്ട് സൈസ്? 2530 എന്ന് പറയുമ്പോൾ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 160 താഴെയുള്ളൂ. ഫൈൻ ഫൈൻ ഫൈൻ. ഇക്കത്തെ സത്യസന്ധതയുള്ള ആൾക്കാരാട്ടോ. 5 പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റില്ല. ഓക്കെ ഓക്കെ യെസ്. അതായത് പൈസ എടുക്കില്ലെന്ന് പറയാ, 1 പൈസ വരെ നമുക്ക് തിരിച്ചു തരും. താങ്ക് യു, അരികാച്ചോ. നമ്മൾ ഇവിടുന്ന് ടോക്കിയോയിൽ നിന്ന് നമ്മൾ ക്യോട്ടോ പോവാം. നമ്മൾ അസക്കൂസറിൽ സ്റ്റേ ചെയ്തിരുന്നത്. ഇപ്പോൾ അസക്കൂസ എന്ന് പറയുന്നത് 1000 നിങ്ങൾ സ്കൈ ട്രീ ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മൾ യൂനോ എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്കാണ്. യൂനോ പോയി കഴിഞ്ഞാൽ കബാബ് ബിരിയാണി അല്ലേ, ഇവിടുന്ന് കഴിക്കണ ഏയ് ഇവിടുന്ന് നൈസായിട്ട് കഴിച്ചിട്ട് പോവാം. നമ്മൾ ഇവിടെ വന്നിട്ട് ഇന്ത്യൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഏത് കൺട്രി പോലും ഒരു പ്രാവശ്യം ഇന്ത്യൻ ഫുഡ് നമ്മൾ കഴിക്കാറുണ്ട്. കൺട്രിയുടെ അറിയാൻ വേണ്ടിയിട്ട് മിക്ക കൺട്രിയിലും നമുക്ക് ഫ്ലോപ്പ് ആവാറ പതിവ് എക്സ്പീരിയൻസ്. ഇവിടെ ആരും ഇല്ല ലിറ്ററലി. അതോ നമുക്ക് അവിടെ നിന്ന് കഴിക്കണേ? ഇവിടെ ആരും ഇല്ല ലിറ്ററലി. പോവാ നമുക്ക് അവിടെ കഴിക്കാം. അത്ര കംഫർട്ടബിൾ അല്ല അത് കഴിക്കാനായിട്ട്. അപ്പോ നമ്മൾ യൂനോയിൽ പോയി കഴിഞ്ഞാൽ യൂനോ ട്രെയിൻ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ടോക്കിയോ മെയിൻ സ്റ്റേഷനിലേക്കുള്ള സബ്വേ കിട്ടുന്നത്. അപ്പോ അവിടെ നിന്ന് 10 മിനിറ്റ് കണ്ടുള്ളൂ, 6 മിനിറ്റ്സ് ഉള്ളൂ ട്രെയിൻ സ്റ്റേഷൻ യൂനോന്ന് ടോക്കിയോ സ്റ്റേഷനിലേക്ക്. നമ്മുടെ ഫുഡ് അവിടെ നിന്ന് കഴിക്കാനൊക്കെയാണ് സ്റ്റേഷനിൽ നിന്ന്. നമുക്ക് ടൈം സേവ് ചെയ്യാം. പിന്നെ അത്യാവശ്യം ഡീസൽ ക്വാളിറ്റി ഫുഡ്, ഡിഫറെന്റ് ഓപ്ഷൻസും ഉണ്ട് അവിടെ. അപ്പൊ നമുക്ക് ഡേ 3 അല്ലത്, ഡേ 3 ആണ്. No, it's day 3. Because we came on, I mean, day അല്ല നൈറ്റ് അല്ല. 23rd day, 24, 25 അല്ലെന്ന്. 25 ആയിട്ടുള്ളൂ. അതാണ് ഞങ്ങളുടെ യൂണോ സ്റ്റേഷൻ. ഇന്നലെ ഞങ്ങൾ ഈ വഴി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോ ഈ എലവേറ്ററിൽ കയറിയിട്ട് നമുക്ക് പോകണം. എലവേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മേലപ്പുറം നടന്ന് അവിടെ നമുക്ക് എലവേറ്റർ ഇല്ല, നമുക്ക് അതിന് എസ്കലേറ്റർ ഉണ്ട്. എസ്കലേറ്റർ ചെറിയ ടാസ്ക്. ഇതിനുള്ള ഫുൾ ടൈറ്റാ. ചോദിക്കില്ലേ? ഓ ടൈറ്റാസ്. Okay. Let's go. Wait, guys. Go. Nelson doggy modelista. Nice doggy.
ഇനിയാണ് ഇത് റിയൽ ടാസ്ക്. റിയൽ ടാസ്ക് ഇതാ. ഇനി let's go. വാ വാ വാ, let's go. എന്താ ഹെയർല നിൽക്കപ്പോ ഇത് ഹെയർല എന്താ ഏറ്റവും മോനെ ഇത് ഓൺ യുവർ ഓൺ ഇതാട്ടാ. റിസ്ക് അറ്റ് യുവർ ഓൺ റിസ്ക് ആണ് കേട്ടോ. ഹെയർല നിൽക്കാം. വന്നു.